നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇതൊരു കൊള്ള സങ്കേതമാണ്. ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഇവിടെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചൊരു തൈക്കണ്ടി മാഫിയ രൂപീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ജനം വലയുകയാണ്. ഈ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വില കൂടാത്ത ഏത് മേഖലയാണുള്ളത്. അതിനുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഈ കോർപ്പറേറ്റ് വ്യതിയാനം എന്ന് പറഞ്ഞ് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ഗിഫ്റ്റ് വഴി നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര % ആണ് പ്രൊഡക്റ്റീവ്? ഇവരുടെ രണ്ടുപേരുടെ കുഴപ്പമില്ല, ഇത് കമ്മ്യൂണിസ്റ്റിൻ്റെ കുഴപ്പമാണ്. പുഷ്പനെ അറിയാമോ എന്നൊരു പാട്ട് നമ്മൾ പാടാറുണ്ട്. കാണുമ്പോൾ നമുക്കെല്ലാം വേദന തോന്നും. അപ്പോൾ പുഷ്പൻ ആരായി? പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന് പറയും. ഏതാണ്ട് 78 ലക്ഷത്തോളം രൂപ അറ്റാദായമുള്ള ഒരു കമ്പനി. ഇപ്പം വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിയിൽ നിന്നും പിണറായി വിജയനെ അങ്ങ് മാറ്റിവെച്ചാൽ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമുക്കതിനെ ചോദ്യം ചെയ്യാൻ ഒരേ അവകാശമില്ല. ഈ എൻട്രിയുടെ ബാക്കി പത്രം നമുക്കറിയാൻ കഴിയില്ല, അന്വേഷണത്തിൽ അറിയാൻ കഴിയും. ഇപ്പോൾ ഈ എംപവർ ഇന്ത്യ ഏതാണ്? നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇല്ല. സ്റ്റിൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നിടത്ത് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇതൊരു മഞ്ഞുമലയുടെ അറ്റത്ത് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള എൻക്വയറികളൊക്കെ ഇങ്ങനെ വന്ന് അടുത്ത് വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ കഴിയുന്ന രേഖകൾ ഒന്നെങ്കിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ കഴിയുന്ന രേഖകളില്ലായിരുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. അഡ്വക്കേറ്റ് ഷോൺ ജോർജിനെ പ്രത്യേകിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ജനപക്ഷ നേതാവ്, അതുപോലെ തന്നെ ഇപ്പോൾ BJPയിലേക്ക് ചേർന്ന PC ജോർജിൻ്റെ മകനും ജനപക്ഷ നേതാവും കൂടിയായ ഷോൺ ജോർജ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലായിരുന്നു. എക്സാലോജിക്ക് നിയമവിധേയമല്ല പ്രവർത്തിക്കുന്നത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു കേസ് കൊടുത്തുകൊണ്ടാണ് ഷോൺ ജോർജ് കേരള സമൂഹത്തിലേക്ക് ഏറ്റവും ശക്തനായ ഒരു യുവ നേതാവായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. നമസ്കാരം. ഞാൻ കുറച്ചു നേരം ഇൻട്രോ പറയാനുള്ള കാരണം ആ വിഷയത്തിൻ്റെ കുറച്ചും കൂടി പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നൊരു താങ്കളുടെ തന്നെ ഒരു പ്രതികരണം, ഇന്ന് ഫേസ്ബുക്കിൻ്റെ ഒരു പ്രതികരണം, മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് എക്സാലോജിക് എന്ന കമ്പനി മകൾ തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളൊരു വലിയൊരു പോസ്റ്റാണ്. യഥാർത്ഥത്തിൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ ഒരു വലിയൊരു ആരോപണമാണ്. ഇന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി ഡൽഹിയിൽ വലിയ രീതിയിലൊരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് താങ്കൾ നൽകിയ പരാതിയിൽ SFIO വലിയ രീതിയിലുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് എൻ്റെ ഒരു ആരോപണമാണ്. തീർച്ചയായിട്ടും അതിന്മേൽ ഇനി സഭാസമിതി അന്വേഷിക്കണം. തീർച്ചയായിട്ടും അതിന് പ്രതിപക്ഷത്തിന് പരാതി ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ നിയമസഭയിൽ പരാതി കൊടുക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിലെ MLA മാർ തന്നെ അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതാണ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു കൊള്ള സങ്കേതമാണ്. ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മന്നാർഗുഡി മാഫിയ തമിഴ്നാട്ടിൽ എങ്ങനെയായിരുന്നു ഒരു കാലത്ത് ജയലളിതയുടെ കിങ്കരന്മാർ ഒരുമിച്ച് കൂടിയിരുന്ന മന്നാർഗുഡി മാഫിയ എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇവിടെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചൊരു തൈക്കണ്ടി മാഫിയ രൂപീകരിച്ചിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലയിലും കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവന് ജീവിക്കാൻ സാഹചര്യമില്ലാത്ത ഈ നാട്ടിൽ ആഡംബരങ്ങൾ കൊണ്ട് അമ്മാനമാടുകയാണ്. നമുക്കറിയാം ഓരോ കാര്യത്തിലും മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭവനം, അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പശുത്തൊഴുത്ത്, വീടിനകത്തെ ലിഫ്റ്റ്, സ്വിമ്മിംഗ് പൂള്, അദ്ദേഹത്തിൻ്റെ വാഹനങ്ങൾ എന്ന് വേണ്ട ഒരു തികഞ്ഞ ആഡംബരത്തിൽ ഒരു രാജാവ് സുഖിക്കുകയാണ്. പക്ഷേ ഇവിടെ ജനം വലയുകയാണ്. ഈ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. നികുതി എന്ന് പറയുന്നത് ഒന്നും വേണ്ട, ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യം മാത്രമല്ല, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഏറ്റവും അധികം സോളാർ എനർജിയെ പ്രോത്സാഹിപ്പിക്കുന്നൊരു കാലത്ത് ആ സോളാർ സിസ്റ്റം വീട്ടിൽ വെക്കുന്നവർക്ക് അധികമായ ബാധ്യത ഉണ്ടാകുന്ന തീരുമാനങ്ങൾ ഇതിനകത്തുണ്ടായിരിക്കുന്നു. ഭൂനികുതി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിനാകെ ചെയ്ത പിന്നെ റബ്ബറിന് 10 രൂപ വർദ്ധിപ്പിച്ചു. ആകെപ്പാടെ ഈ റബ്ബർ കർഷകരായ മേഖല, റബ്ബർ കാർഷിക മേഖല ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വരെ 10 രൂപ വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ചത് എന്താണ്? അത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യം, അസംസ്കൃത റബ്ബറിൻ്റെ ഇറക്കുമതി തീരുവ 5% 25% കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി റബ്ബറിൻ്റെ വില 20 രൂപ കൂടി. അതിൻ്റെ ലാഭം ആർക്കാ? കർഷകർക്കല്ല കിട്ടിയത്.
ആ ലാഭം കൃത്യമായി സംസ്ഥാന സർക്കാർക്ക് ആണ് ലാഭം കിട്ടിയത്. കാരണം 170 അടുത്തു, പിന്നെ അതിന് ബാക്കി പണം കൊടുത്താൽ മതി. മര്യാദ ഉണ്ടെങ്കിൽ സർക്കാരിന് എന്താ ചെയ്യേണ്ടത്? അത് 200 രൂപയ്ക്ക് കൊടുക്കണം. കാരണം 170 രൂപ പ്രൈസ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. ആ ഗ്യാരണ്ടി ചെയ്യുന്നതിന് പുറമേ അല്ല ഈ പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ അർത്ഥത്തിലും കർഷകർ, റിയൽ എസ്റ്റേറ്റ് മേഖല, വസ്തുവിൻ്റെ താരിഫ് വില വർദ്ധിപ്പിച്ച് ജീവിക്കാൻ മേലാത്ത അവസ്ഥയിലേക്ക് റിയൽ എസ്റ്റേറ്റ് മാറിയിരിക്കുന്നു. ഈ കടം കയറി മുടിഞ്ഞ മനുഷ്യന് എങ്ങനെയെങ്കിലും വസ്തു വിറ്റ് മാറാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന്, ഇപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന പാർട്ട്ണർഷിപ്പ് ഫീൽഡിൽ നിന്ന് ഒരാൾ പാർട്ട്ണർഷിപ്പ് ഫീം ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് അത് എഴുതണമെന്നുണ്ടെങ്കിൽ പണ്ട് ഫീസില്ലായിരുന്നു, അതിനിപ്പോൾ ഫീസ് ഏർപ്പെടുത്തി. എന്ന് വേണ്ട ഏത് മേഖലയിലാണ് മദ്യം പോട്ടെ, 10 രൂപ മദ്യത്തിന് കൂട്ടി, എത്ര രൂപ കൂട്ടിയാലും മദ്യപാനികൾ മദ്യം മേടിക്കുമായിരിക്കും. പക്ഷേ അതൊരു സാധാരണക്കാരൻ്റെ വിഷയമായി ഞാൻ പറയുന്നില്ല. പക്ഷേ വില കൂടാത്ത ഏത് മേഖലയാണ് ഉള്ളത്? അതിനുള്ള പ്രശ്നമെന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയുടെയും കുഴപ്പമല്ല ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് ആശയപരമായി കമ്മ്യൂണിസത്തിൻ്റെ കുഴപ്പമാണ്. പ്രൊഡക്റ്റീവ് സെക്ടറിലേക്ക് പണം മുടക്കാതെ, തിരിച്ചു വരാനുള്ള മേഖലയിലേക്ക് പണം മുടക്കാതെ നമ്മൾക്ക് വന്ന പണം ഏതൊക്കെയോ മേഖലയിലേക്ക് മുടക്കിയിരിക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് പഴയ കാലത്ത് എത്രയോ വീക്ഷണത്തോടു കൂടി ഈ നയനാർ സാറിൻ്റെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ GK നായനാർ ഓർക്കുന്ന IT പാർക്കുമായി, ട്രിവാൻഡ്രം ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ K കരുണാകരനെ ലീഡറെ നമ്മൾ ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ഏറ്റവും, പിന്നെ നമുക്ക് വല്ലാർപാടം കണ്ടിട്ട് ഉമ്മൻചാണ്ടി സാറിനെ നമ്മൾ മെട്രോ കാണുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന് ഓർക്കും. അങ്ങനെ നിർണായകമായ ഒത്തിരി വികസനങ്ങൾ നടത്തിയേക്കുന്നത് ഇവിടുന്നെല്ലാം നമുക്ക് റിട്ടേൺ ഉള്ള വികസനങ്ങളാണ്. ഇപ്പോൾ പൊതു ആരോഗ്യ മേഖലയിൽ ഹോസ്പിറ്റലുകൾ, പിണറായിയെ അഭിനന്ദിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഹോസ്പിറ്റലുകൾ, പൊതു ആരോഗ്യ രംഗത്ത് വലിയ ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചു, വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി. പല ഹോസ്പിറ്റലിലും 16 വേക്കൻസി വേണ്ടിടത്ത് 6 ഡോക്ടർമാരെ പോലും ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു, അതിൻ്റെ രീതിയിലുള്ള പോസ്റ്റ് ക്രിയേഷനോ സംവിധാനമോ, മെഡിസിൻ, മരുന്നുകളില്ല, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഇതൊന്നും തിരികെ വരുന്നതല്ല. കെട്ടിടങ്ങൾ ആവശ്യമാണ്, സൗകര്യങ്ങൾ ആവശ്യമാണ്. പല കെട്ടിടങ്ങളും പണിതത് ഈ പണിത കെട്ടിടങ്ങളുടെ സ്പേസ് ഇപ്പോൾ ഒക്യുപ്പൈ ചെയ്ത് ചുമ്മാ അടക്കുക. കെട്ടിടങ്ങൾ പണിതു, ഉദ്ഘാടനം ചെയ്തു, കാണാൻ നല്ല രസമാണ്. പക്ഷേ ഡോക്ടേഴ്സ് ഇല്ല, അതിനുള്ള സ്റ്റാഫ് കപ്പാസിറ്റി ഇല്ല. വിദ്യാഭ്യാസ മേഖലയിൽ 3-4 കോടി രൂപയാണ് സർക്കാർ സ്കൂളുകൾക്ക് മുഴുവൻ കൊടുത്തേക്കുന്നത്. എല്ലാ സർക്കാർ സ്കൂളും നന്നായി, ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ആ സർക്കാർ സ്കൂളിൽ കുട്ടികളില്ല. അപ്പോൾ അടിസ്ഥാനപരമായി കുട്ടികളെ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് ആകർഷിക്കാതെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, തിരിച്ചൊന്നും വരാനില്ല. പക്ഷേ ഇവർ ഈ കിഫ്ബി വഴി നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര % പ്രൊഡക്റ്റീവ്? നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ, ഇവരുടെ രണ്ടുപേരുടെ കുഴപ്പമില്ല, ഇത് കമ്മ്യൂണിസത്തിൻ്റെ കുഴപ്പമാണ്. ഇവർ മുൻഗണന കൊടുക്കുന്ന വിഷയങ്ങൾ സമൂഹത്തെ മുന്നിലേക്ക് നയിക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല, അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രൊഡക്റ്റീവ് ചിന്താഗതി ഉണ്ടാക്കാൻ കഴിയുന്ന. ഈ കോർപ്പറേറ്റ് വ്യതിയാനം എന്ന് പറഞ്ഞ് കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് CPM-ന്റെ കോർപ്പറേറ്റ് വ്യതിയാനത്തിന്റെ പ്രകടമായ ഉദാഹരണമല്ലേ ഈ പറയുന്നത്. ഇന്നലെ കണ്ടല്ലോ, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. 18 കേസിൽ ഞാൻ പ്രതിയായിട്ടുണ്ട്. രക്തസാക്ഷി ആകാത്തതുകൊണ്ടാണ് അറിയാത്തത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടേ, പുഷ്പനെ അറിയാമോ എന്നൊരു പാട്ട് നമ്മൾ പാടാറുണ്ട്. കാണുമ്പോൾ നമുക്കെല്ലാം വേദന തോന്നും. കഴിഞ്ഞ ദിവസം കോടിയേരി സാഹിബിൻ്റെ മരിച്ച വീട്ടിലും പുഷ്പൻ വന്നു. ഓരോ പ്രാവശ്യവും പുഷ്പന് ഇവർ ഏറ്റവും കൂടുതൽ പറയുന്നൊരു പേരാണ് പുഷ്പൻ. ആ പുഷ്പൻ എന്തിനാണ് അവിടെ കിടക്കുന്നത്? എന്തായിരുന്നു പുഷ്പൻ്റെ സമരത്തിൻ്റെ അടിസ്ഥാനം? വിദ്യാഭ്യാസവും അതുപോലെ അത് ശരിവെക്കല്ല ചെയ്തത്. അപ്പോൾ പുഷ്പൻ ആരായി? കൂത്തോർമ്മ രക്തസാക്ഷികൾ 5 കുടുംബങ്ങൾ, ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അതിലൊരു കുടുംബത്തിൽ ഞാൻ പോയിട്ടുണ്ട്. മാലയിട്ടുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ ഇപ്പോഴും സ്വീകരിക്കുന്ന കുടുംബമാണ്. അവരോടൊക്കെ എന്ത് സമാധാനമാണ് ഈ പാർട്ടി പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുക. അല്ല, ഇതിപ്പം താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ആരോപണമുണ്ട്. അതായത് പെൻഷൻ തുക കൊണ്ടാണ് കമ്പനി തുടങ്ങിയതെന്ന് പറയുന്നത്. ഏതാണ്ട് 78 ലക്ഷത്തോളം രൂപ അറ്റാദായമുള്ള ഒരു കമ്പനി എങ്ങനെയാണ് 6-7 ലക്ഷം രൂപ പെൻഷൻ തുക കൊണ്ട് ഇത്രയും വലിയൊരു? എനിക്കറിയില്ല പെൻഷൻ തുക എത്രയാണെന്ന് എനിക്കറിയില്ല. ഒരു UP സ്കൂൾ അധ്യാപിക പെൻഷൻ പറ്റുമ്പോൾ 10-40 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. അത്രയും കിട്ടാനുള്ള സാധ്യത വളരെ PF മറ്റേ എനിക്ക് എന്റെ കണക്കിൽ എന്നാൽ പോലും 78 കിട്ടുകയില്ല. എന്തായാലും +2 സ്കൂളിൽ അധ്യാപിക മാത്രമല്ല 78 അവർ ക്ലോസ് ഡൗൺ ചെയ്ത സമയത്ത് വീണ്ടും ലോണായിട്ട് കാണിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ
മൂലധനം എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയല്ല, അല്ല, അതിൽ കൂടുതലുണ്ട്. അത് എത്ര രൂപ മുടക്കിയിട്ടുണ്ട്? അത് വീണ വിജയന്റെ മറ്റേ കമല വിജയന്റെ അക്കൗണ്ടിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കൃത്യരേഖകളുള്ളതാണ്. പിന്നെ എന്തായാലും പെൻഷൻ തുക കിട്ടിയ പൈസ എന്തായാലും 40 ലക്ഷം ആണെങ്കിൽ പോലും അത് കെട്ടി വെച്ചിരിക്കായിരിക്കില്ലല്ലോ. തീർച്ചയായും ബാങ്ക് ത്രൂ ബാലൻസ് എടുത്താൽ അതിന്റെ രേഖകൾ കാണിക്കും. അത് മാത്രമാണോ 2014 സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മനസ്സിലാവും? അല്ല, മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്ന ഒരു സംഭവമുണ്ട്. അതായത് നേരത്തെ ഈ കമല ഇന്റർനാഷണൽ ആയിരുന്നു, ദീർഘകാലം കമല ഇന്റർനാഷണൽ പറഞ്ഞു. അത് ഏതാണ്ട് കെട്ടടങ്ങിയതിന് ശേഷം ഇപ്പോൾ മകളുടെ കമ്പനിയാണ് എക്സാലോജിക് എന്നുള്ള കമ്പനി. മകള് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ട് നീ ഒരു ചെറിയ കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തിട്ട് തുടങ്ങിയ കമ്പനിയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ തന്നെ ജെയ്ക്ക് ബാലുമായി ബന്ധപ്പെട്ട് പ്രൈസ് വാട്ടർ കൂപ്പറിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് വിവാദങ്ങളുണ്ട്. ആ സമയത്തൊക്കെ എൻ്റെ മകളുടെ കമ്പനിയുടെ മെൻഡർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പിന്നെ ഇതിന്റെ അവരുടെ കമ്പനി വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നതാണ്, അല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കി പറഞ്ഞല്ല. അപ്പൊ അത്തരത്തിലൊക്കെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങളുണ്ട്. ഈ പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന് പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നമുക്കറിയാം ഈ പിന്നെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ, സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിക്കുണ്ടായ വിവാദങ്ങൾ, ഇതൊക്കെയായിട്ട് നേരിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മൾ കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഈ കമ്പനിക്ക് പലിശരഹിതമായി ഈ കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് വായ്പ കൊടുത്തു എന്ന് പറഞ്ഞൊരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ട് 77 ലക്ഷത്തി സംതിങ് രൂപ വായ്പ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് കമ്പനിയിലേക്ക് പണം എൻട്രി ഉണ്ട്. ഈ എൻട്രിയുടെ ബാക്കി പത്രം നമുക്കറിയാൻ കഴിയില്ല, അന്വേഷണത്തിൽ അറിയാൻ കഴിയും. അപ്പോൾ ഈ എംപവർ ഇന്ത്യ ഏതാണ്? നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇല്ല. പിന്നീട് ഈ എംപവർ എന്ന് പറയുന്ന പേരിൽ തന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചു. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെയെല്ലാം അന്വേഷിച്ച അവസാനം കണ്ടു എംപവർ എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാക്കിയ കമ്പനിയുടെ പേര് മാറ്റി. വീണ്ടും അന്വേഷിച്ചപ്പോൾ രേഖകൾ കിട്ടാനില്ല. നോക്കിയപ്പോൾ 2022 ഈ PCIT അന്വേഷണം CMRനെതിരെ വന്ന സമയത്ത് ആ കമ്പനി, അതായത് ആ NBFC റിസർവ് ബാങ്കിന് അങ്ങോട്ട് എഴുതി കൊടുത്ത് ആ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഒരു NBFC രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഞാൻ അന്വേഷിച്ചു, NBFC രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ വിവിധ ഏജൻസികൾ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന വിവിധ ഓഫീസുകളുണ്ട് ഇവിടെ. 2 കോടി രൂപയാണ് എക്സ്പെൻസ്. അതായത് സർക്കാരിലേക്ക് കെട്ടിവെക്കേണ്ട പണം കഴിഞ്ഞ് പിന്നെ സെക്യൂരിറ്റി അങ്ങനെ ഒത്തിരി 2 കോടി രൂപയാണ് NBFC രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചിലവാകുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്ന സ്മൂത്ത് റണ്ണിങ് ആയിരുന്ന NBFC ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്താണ് ഈ ട്രാൻസാക്ഷൻ പുറത്തു വരുന്നത്? അപ്പോൾ ഇത് തിരിച്ചു കൊടുത്തോ എനിക്കറിയില്ല, അതൊക്കെ അന്വേഷണത്തിൽ അറിയണ്ട. പക്ഷെ കടം കൊടുത്തിട്ടുണ്ട്, അതും അൺസെക്യൂർഡ് ലോണാണ്. ഇപ്പോൾ ഒരു കമ്പനി മറ്റൊരാൾക്ക് പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അൺസെക്യൂർഡ് ലോണാണെങ്കിൽ അതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ടാണ്. വീണയുടെ കമ്പനി എന്ന് നഷ്ടത്തിലാണ്, അപ്പോൾ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് ഒരു NBFC കൊടുത്തെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പം കൊണ്ട് മാത്രം കൊടുത്തതാണ്, ആ പണം തിരികെ വന്നു. ഇതെല്ലാം അന്വേഷണ പരിധി വരേണ്ട കാര്യമാണ്. ഇത് CPM ആദ്യം പറഞ്ഞിരുന്നത് ഇങ്ങനെ ഒരു കമ്പനി ഒന്നും പറയുന്നില്ല. ഒരു CPMന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന MP ഗോവിന്ദൻ മാഷ് ആദ്യം പറഞ്ഞതാണ് 2 കമ്പനികൾ തമ്മിൽ ഇടപാടാണെന്നും ഇത് വ്യക്തികൾ തമ്മിൽ ഇടപാടല്ല എന്നാണ്. പക്ഷേ ഈ കമ്പനിക്ക് കൂടുതൽ ഡയറക്ടർമാരില്ല, വീണ മാത്രമേ ഉള്ളൂ. ഇതിൽ സിംഗിൾ ഡയറക്ടർ കമല വിജയനാണ്. അതുകൊണ്ടാണല്ലോ ഈ പെൻഷൻ പൈസ അവരുടെയാണെന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ CPM ഭയങ്കരമായി ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് താങ്കളുടെ കേസിൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് CPM പുറകോട്ട് വന്ന കാഴ്ച കണ്ടത് യഥാർത്ഥത്തിൽ CPMൽ വായന്നിട്ടുണ്ടോ? KSADC ഇവിടുത്തെ മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് KSADC ആണ്. ഇപ്പം വീണ വിജയന്റെ എക്സാലോജി കമ്പനിയിൽ നിന്നും പിണറായി വിജയനെ അങ്ങ് മാറ്റിവെച്ചാൽ അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമുക്ക് അതിനെ ചോദ്യം ചെയ്യാൻ ഓരോ അവകാശമില്ല. പക്ഷെ നമുക്ക് എവിടെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്? മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിലാണ് വീണ, അല്ലെങ്കിൽ ആ വീണ വിജയൻ എന്നുള്ള പേരിന് പോലും ഇപ്പൊ വീണ വിജയൻ എന്ന് പറയുന്നില്ല, ശ്രദ്ധിച്ചോ? ഇപ്പൊ വീണ തൈക്കണ്ടി എന്ന് പറയുന്നുണ്ട്. വളരെ പെട്ടെന്ന് ആ പേര് വീണ തൈക്കണ്ടി എന്നാണ് പേര്, അങ്ങനെ തന്നെയാണ്. പക്ഷെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വീണ വിജയൻ നമ്മൾ പറഞ്ഞങ്ങനെ എന്നെ ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ ഇവിടെ ഈ കേസ് ഇത്രയും പ്രസക്തമാകാൻ കാരണം എന്താണ്? എനിക്കും നിങ്ങൾക്കും ചോദിക്കാൻ അവകാശമുള്ളൊരു കമ്പനി, ഒരു സ്ഥാപനം, ഒരു NBFC ആണ് KSADC. ഒരു പൊതുമേഖലാ സ്ഥാപനം ഇതിനകത്ത് ഇൻവോൾവ് ആകുകയും ആ പൊതുമേഖലാ സ്ഥാപനത്തിന് ഇത്ര രൂപയുടെ നഷ്ടം വരികയും ചെയ്തപ്പോൾ എനിക്കും നിങ്ങൾക്കും ചോദിക്കാൻ അവകാശമുണ്ടായി. അവിടെയാണ് ഈ കേസിൻ്റെ പ്രസക്തി. അതുവരെ ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ 2 കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാട് നിങ്ങൾക്ക് തന്നെ ഒരു കാര്യമില്ല, ഷോൺ ജോർജിനോ ചേട്ടനോ ഒന്നും ഒരു കാര്യമില്ല. പക്ഷേ ഇവിടെ എനിക്കും കേരളത്തിലെ ഓരോ പൗരനും അവകാശമുള്ള നമ്മുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പടുത്തിയ കേരളത്തിൻ്റെ
വ്യവസായ വികസനത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വ്യവസായ മന്ത്രിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനം ഇതിൽ 18 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുകയും ആ നഷ്ടമുണ്ടായ സ്ഥാപനത്തിൻ്റെ നഷ്ടമുണ്ടാക്കിയതിലൊരു വിഹിതം കൃത്യമായി മുഖ്യമന്ത്രിയുടെ മകൾ, അതായത് കൃത്യമായി റൂൾസ് പ്രകാരം റിലേറ്റഡ് കമ്പനി, മുഖ്യമന്ത്രിയുടെ ഉടമസ്ഥയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകൾ ഒരു ബിസിനസ് നടത്തുമ്പോൾ അത് റിലേറ്റഡ് കമ്പനി തന്നെയാണ്. ആ റിലേറ്റഡ് കമ്പനിയുടെ കമ്പനീസ് ആക്ട് റിലേറ്റഡ് കമ്പനീസ് അനുസരിച്ച് ഇത് ഗുരുതരമായ തെറ്റായി വന്നപ്പോഴാണ് ഇത് കേസ് വന്നത്. ഇത് കേസ് വരും എന്നും അല്ലെങ്കിൽ ഇത് വലിയ നൂലാമാല അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇത് പെട്ടെന്ന് തന്നെ കമ്പനി ഡിസോൾവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന് അപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യും. ഈ അന്വേഷണം നടന്ന ഈ സമയത്ത് അന്വേഷണത്തിന്റെ തുടക്കത്തിലാണ്. അപ്പോൾ ഒരു കമ്പനി നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഒരു കമ്പനി എന്തെങ്കിലും ഇത്തരത്തിലുള്ള കൃത്രിമം കാണിക്കുക, അതിൽ പിടിക്കപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ കമ്പനിയെ മരവിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടുന്നതാണ്. എവിടെയായിരുന്നു ഇത് പരിഗണിക്കപ്പെട്ടത്? ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ. അതെ, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പ് PCITയുടെ പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിലാണ് ഈ പരാമർശങ്ങൾ PV, OC, RC ഇതെല്ലാം ഉള്ളത്. ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ പരാമർശം, ആ ഓർഡറിലുള്ള പരാമർശത്തിലും ദ പ്രൊമിനന്റ് പേഴ്സൺ റിലേറ്റഡ് ടു എക്സാലോജി കമ്പനി, അതാണ് ഓർഡറിൽ പിണറായി വിജയനെ പരാമർശിച്ചു. ബാക്കിയൊന്നും ഓർഡറില്ല, എല്ലാം എൻക്വയറി റിപ്പോർട്ടിലുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ എൻക്വയറിയുടെ ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് സ്വാഭാവികമായി ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഭയപ്പാടുണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഇതെന്തെങ്കിലും പുറത്തു വന്നാൽ ഒരു ഇഷ്യൂ ആകും, അത് വേണ്ട എന്ന് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും അവർ കമ്പനി ഗവൺമെൻറ് ആക്കാൻ കൊടുത്തതൊക്കെ. പക്ഷേ പിന്നീട് അവർ ഭയപ്പെടാതെ മുമ്പോട്ട് പോയതിൻ്റെ കാര്യം, സെറ്റിൽമെന്റ് ബോർഡിന് സ്വാഭാവികമായും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു എക്സെപ്ഷൻ സ്വാഭാവികമായിട്ടുണ്ട്. ഫീ അതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ കൊണ്ട് IT രംഗത്തുള്ള IT ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഇൻകം ടാക്സ് പ്രകാരമുള്ള ഒരു നടപടികളും പിന്നെ സ്വീകരിക്കാൻ പറ്റാത്തൊരു പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട്. അത് മാത്രം മൊഴികളിൽ മാറ്റം വരാനിരുന്നാൽ. പക്ഷെ അപ്പം തന്നെ മൊഴികൾ മാറ്റി, ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിൽ മൊഴി മാറ്റി. ഇനിയിപ്പോൾ അവർക്ക് ആ പ്രൊട്ടക്ഷൻ പോലും ഇവിടെ, അതായത് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി ഇനിയില്ല. അപ്പം അവിടെ നിന്നാണ് ഇത് ഗൗരവമായത്. ഇതിലിപ്പം നമ്മൾ നേരത്തെ ഇപ്പം മാത്യുക്കുഴനാടനൊക്കെ ഈ വിഷയം ആദ്യം നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും ആരാണ് PV അല്ലെങ്കിൽ ആരാണ് OC എന്നതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തത വന്നില്ല. ചില നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കരിമണൽ കർത്തയിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ട്, സീമാറിന് കാശ് മേടിച്ചിട്ടുണ്ട്, പക്ഷെ അത് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടിയാണ്. പക്ഷെ അപ്പോഴും PV എന്നുള്ള ഷോർട്ട് ഫേം ആരാണെന്നതിനെ കുറിച്ചിട്ട് CPM ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. മറ്റു പാർട്ടികളൊക്കെ ആ PV ഞാനല്ല എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതെ, അതും ആ PV ഞാനല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വരേണ്ട കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെ, SFIയുടെ അന്വേഷണത്തിൽ ഇത് വ്യക്തമാവുമല്ലോ. സ്വാഭാവികമായിട്ടും അന്വേഷണത്തിൽ ഇതെല്ലാം വ്യക്തമാവും. അങ്ങനെ വ്യക്തമാവുന്ന സാഹചര്യത്തിൽ ഇവരുടെ മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, ഇവിടെ പലരുടെയും മുഖം വികൃതമാവില്ല. ഇപ്പോഴും ഞാൻ പറയണം, മഞ്ഞുമലയുടെ സ്റ്റിൽ ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി നിൽക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നിടത്ത് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇതൊരു മഞ്ഞുമലയുടെ അറ്റത്ത് മാത്രമാണെന്ന് വിളിക്കുന്നത്. കേരളം ഞെട്ടും. കേരളം നമ്മളൊക്കെ ഈ ആരോപണങ്ങൾ, രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തമ്മിലൊക്കെ ഉണ്ടാകുമ്പോഴും ഇതൊക്കെ ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്ത് ഞാനിപ്പം പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കുകയില്ല. കാരണം അതൊരു സിനിമ കഥ പോലെ തോന്നുന്ന അത്രയും ഭീകരമായ കാര്യങ്ങളാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിനകത്ത് എനിക്ക് പറയാൻ കഴിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയോ അതെല്ലാം ഞാൻ അഡീഷണൽ ഡോക്യുമെൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത് എൻ്റെ കയ്യിൽ വെക്കുന്നത് പോലും സുരക്ഷിതമല്ല. അത്രയും കാര്യങ്ങൾ ഇതിൻ്റെ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനകത്ത് ഒന്നാം പ്രതി KSADC ആണ്. KSADC വഴി ആരൊക്കെ എന്തൊക്കെ ചെയ്യിപ്പിച്ചു അത് അന്വേഷണത്തിൽ വരട്ടെ. ഞാനായിട്ട് പറയുന്നില്ല, പക്ഷേ KSADC ആണ് ഇതിനകത്ത് ഒന്നാം പ്രതി. പക്ഷെ അവർ പറയുന്ന KSADC പറയുന്നത് നമ്മൾ 40ഓളം കമ്പനികളിൽ നമുക്ക് ഷെയർ ഉണ്ട്. ഈ സർക്കാരിൻ്റെ ഒരു തീരുമാനപ്രകാരമുള്ള ഷെയർ ആണ്. അപ്പോൾ ആ കമ്പനി എങ്ങനെ പ്രവർത്തിക്കുന്നു, ആർക്കൊക്കെ കാശ് കൊടുക്കുന്നു, എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നൊന്നും നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല. കാരണം അത്രയും വിപുലമാണ് എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ഇല്ല, ഇതിനകത്ത് KSADCക്ക് അങ്ങനെ ഒഴിയാൻ കഴിയില്ല. അവർക്ക് ഇപ്പം ഈ അന്വേഷണത്തിൽ കൊണ്ട് എത്തിച്ചത് അവരുടെ നിരുത്തരവാദപരമായ മറുപടിയാണ് ഈ അന്വേഷണത്തിലേക്ക് ഇത്ര പെട്ടെന്ന് എത്തിയത്. ഒരു പ്രൊമോട്ടർ കമ്പനിയാണ് KSADC എന്ന് പറയുന്നത്. CMRലെ പ്രൊമോട്ടർ കമ്പനിയാണ്. ഇത് പബ്ലിക് ലിമിറ്റഡ് ആകുമ്പോൾ ഒക്കെ ഇവർ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ട്, ഏത് ഈ പ്രൊമോട്ടർ കമ്പനി. ഇതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഡയറക്ടർ ബോർഡിൽ KSADC നോമിനി ഉണ്ട്. അപ്പോൾ ആ നോമിനി ഒരു ഡയറക്ടർ ബോർഡിലേക്ക് നോമിനി അറിഞ്ഞില്ലെന്നും പ്രൊമോട്ടർ കമ്പനി, ഇപ്പം ഞാനോ നിങ്ങൾക്കോ ഒക്കെ CMRലെ ഷെയർ ഹോൾഡറാണ്. എനിക്കുണ്ട് 3 ഷെയർ. ഞാനും ഷെയർ ഹോൾഡറാണ്. 250 രൂപ 3 ഷെയറേ ഉള്ളൂ. ആളുകൾ വിചാരിച്ചേക്കുന്നത് ഞാനെന്തോ ഭയങ്കര ഷെയർ ഹോൾഡർ. അപ്പം
ഞാനും നിങ്ങൾക്കും ഒക്കെ ഷെയർ ഹോൾഡേഴ്സാണ്. ചിലപ്പോൾ ഈ 13-14% കൂടുതൽ നമ്മുടെ ഈ പണം ഉണ്ടെങ്കിൽ നമുക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരിക്കലും KSIDCയുടെ റോള് നമുക്ക് വരില്ല. ASID ഈസ് എ പ്രൊമോട്ടർ കമ്പനി ഓഫ് CMR. അപ്പോൾ ആ പ്രൊമോട്ടർ കമ്പനിക്ക് ഗൗരവമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒരിക്കലും KSIDCക്ക് ഒഴിയാൻ പറ്റില്ല മറ്റു കമ്പനികളെ പോലെ. ഇപ്പോൾ വ്യവസായ വികസനമാണ് ഇവർ ലക്ഷ്യമിടുന്നതെന്നൊക്കെ പറയുമ്പോഴും വികസനം ഉണ്ടായത് വേറെ സ്ഥലങ്ങളിലാണ്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇതിൽ ഈ നമ്മൾ കാണാം കേരളത്തിലെ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള വലിയ കർക്കമ്പനിയും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ആണ്. വർഷങ്ങൾക്ക് മുൻപേ, അതായത് 10-22 വർഷം മുന്നെയാണ് CMRനെതിരെ വലിയ കരിമണൽ ഖനനം വലിയ തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ആദ്യ സമരത്തിന് ഇറങ്ങിയത് CPM ആണ്. ഇതിനെതിരെ ഇന്നത്തെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരസ്യമായി വളരെ ശക്തമായ സമരമാർഗവുമായി മുന്നോട്ട് പോയി. എവിടെ വെച്ചാണ് ഇവർ തമ്മിലൊരു ഇത് ഉണ്ടാകുന്നത്? അത് ഏത് വർഷമായിരുന്നു? ഇത് 20 വർഷം മുന്നെയാണ്. 2002 നിയമസഭയിൽ 2002 2010 നിയമസഭയിൽ ഈ വിഷയം PCR ഉന്നയിച്ചിട്ടുണ്ട്. നിങ്ങൾ തോട്ടപ്പള്ളി ആറാട്ടുപുഴ പ്രദേശത്ത് എന്നാൽ ഒരു 10-15 വർഷമായിട്ട് ഇതിനെതിരെ നിയമപോരാട്ടം നടത്തുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് കേരളത്തിൻ്റെ തീരദേശത്തെ ഈ ധാതുമണൽ സമ്പത്താണ്. ഒരുപക്ഷെ ഗൾഫിന് പെട്രോൾ എങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ധാതുമണൽ. അതിൽ തന്നെ ഇപ്പോൾ എടുത്തിട്ട് മാറ്റുന്നുള്ള ഈ ധാതുമണലിൽ ഇലിമിനേറ്റ് പോലെയുള്ള കുറച്ച് വസ്തുക്കൾ മാത്രമാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും കേരളം പോലൊരു നാടത്ത് നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നീട്ടി നടക്കുന്നു, വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രമിക്കുന്നു, KSIDC അവിടെ നിൽക്കുന്നു, KSIDC പല കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുന്നു, പൊതുമേഖലയിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നു, പൊതുമേഖലയിൽ പൂട്ടിപ്പോകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണത്തിനെതിരെ സമരം ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. 12 മിനറൽസ് ആണ് കേരളത്തിൻ്റെ തീരദേശ മേഖലയിലുള്ള ധാതുമണലിലുള്ളത്. ആ 12 എണ്ണവും പൊതുമേഖലയിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ലേ? ഈ നാട്ടിൽ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളില്ലേ? അതിൽ 3-4 മിനറൽസ് ഒഴികെ ബാക്കി മുഴുവൻ തിരിച്ച് കടലിൽ തള്ളുകയാണ്. ഇത് നമ്മുടെ സ്വത്ത്. നമ്മുടെ ചെറുപ്പക്കാർ വല്ല നാട്ടിലും പോയി പട്ടിണി കിടന്ന് ജോലി ചെയ്യുന്നു, ഗൾഫിൽ പോയി അടിമപ്പണി ചെയ്യുന്നു, കാനഡയിൽ പോയി മീൻ കട്ടി ചായക്കടയിൽ പണി ചെയ്യുന്നു, ഗൾഫിൽ പോയി പൊരിവെയിലത്ത് കൺസ്ട്രക്ഷൻ കമ്പനി നിൽക്കുന്നു. ഇത് പ്രോപ്പറായി സർക്കാർ നിയമപ്രകാരം പ്രോപ്പറായ മൈനിങ് കേരള തീരത്ത് നടന്നെങ്കിൽ എത്രയായിരം കോടി രൂപ ഈ നാട്ടിൽ ഇന്ന് ഡൽഹിയിൽ പോയി സമരം നടത്തേണ്ട കാര്യം ഒരു പക്ഷേ ഉണ്ടാകുമായിരുന്നില്ല. ഈ പട്ടണത്തിന് വേണ്ടി കേന്ദ്രത്തിൻ്റെ സഹായം മേടിച്ച്. അത് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത്രയൊക്കെ, അതായത് ടൂറിസം മേഖലയിൽ നമുക്ക് ഏറ്റവും വലിയ വികസനം ഉണ്ടാക്കാമായിരുന്നു, പക്ഷേ ഇതുവരെ ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ധാതുമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, നമ്മളതൊന്നും ചെയ്തില്ല. നികുതിയേതര വരുമാനങ്ങൾ ഒന്നും വർദ്ധിപ്പിക്കാനുള്ള യാതൊരു തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്തു. ഞാനൊരു ഉദാഹരണം ചോദിച്ചോട്ടെ. നമ്മളെ അപ്പനും അമ്മയും വളർത്തുന്നു, നമ്മളെ പരിപാലിച്ച് പഠിപ്പിച്ച് ഒരു 10-25 വയസ്സ് വരെ കൊണ്ടതാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ചിലവ് കാശ് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് വേണ്ടത്. സ്വാഭാവികമായും ഒരു ഫെഡറൽ സംവിധാനത്തിൽ സ്റ്റേറ്റുകൾ സ്വയം സ്റ്റേബിൾ ആകുക എന്ന് പറയുന്നൊരു വലിയ കർത്തവ്യം കേരളം നിർവഹിച്ചില്ല. എന്തുകൊണ്ട് കേന്ദ്രം തന്നില്ല? കേന്ദ്രം തല്ലുന്നത് വേണ്ടട എന്ന് പറയാനുള്ള ആർജവും നമുക്കുണ്ടായില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പ്രൊഡക്റ്റീവായി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഈ പ്രൊഡക്റ്റീവ് സെക്ടറിൽ നമുക്ക് വരുമാനം ഇല്ലയെന്ന് മാത്രമല്ല നാളെ ഉണ്ടാകുകയില്ല. അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഔദാര്യത്തിൽ മാത്രം ജീവിക്കേണ്ട ഒരു ഗതികേട് കേരളത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത് കഴിഞ്ഞ കാല ഭരണത്തിന്റെ പ്രശ്നമല്ല, മാത്രമല്ല മിസ്മാനേജ്മെന്റും കൂടി ഉണ്ട്. കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് സംഭവം റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ഇന്നിപ്പം പറയുന്നത് ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ളതാണ്. കേന്ദ്ര സർക്കാരിനേക്കാൾ കൂടുതൽ ധന വിനിയോഗത്തിൽ ഏറ്റവും മിടുക്കുള്ള ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത്. ഇത് ആളുകൾ അംഗീകരിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അടുത്ത മാസം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങും. അപ്പോൾ അതിനു മുമ്പ് ഇത് കേന്ദ്രത്തിൻ്റെ തലയിലൊന്ന് കെട്ടി വെക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത്. ഇന്ന് നടത്തുന്ന ഈ പരിപാടിയുടെ ചെലവുണ്ടെങ്കിൽ ഇത്രയും മന്ത്രിമാർ ഫ്ലൈറ്റിലവിടെ പോയി, ഇത്രയും മന്ത്രിമാരവിടെ താമസിച്ചു, ഇത്രയും MLA അവിടെ ചെന്നു, ഇത്രയും സ്റ്റാഫ് അവിടെ ചെന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ പരിപാടിയുടെ വിവരാശ പ്രകാരങ്ങൾ കണക്കെടുക്കണം. എനിക്ക് തോന്നുന്നു 1 ലക്ഷം പേർക്കെങ്കിലും ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന കാശ് ഇന്ന് കുറച്ചിട്ടുണ്ട്. 1 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്ന കാശ് ഇന്ന് സമരം ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. അടുത്ത മാസം മുതൽ ശമ്പളം മുടങ്ങും. അതിനു മുമ്പ് കേന്ദ്ര സർക്കാരിൻ്റെ തലയിൽ കൊണ്ടത് കെട്ടിവെച്ച് ഞാനല്ല എന്ന് സ്ഥാപിക്കുക എന്നുള്ളൊരു കടമയാണ് ഇന്ന് ചെയ്തു തീർക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ താങ്കളും താങ്കളുടെ പിതാവ് PC ജോർജും BJPയിൽ ചേരാൻ തീരുമാനിക്കുന്നു. ഡൽഹിയിൽ 2 ദിവസം BJP നന്ദയായിട്ടും അമിത്ഷായിട്ടുമൊക്കെ BJP നേതാക്കന്മാരൊക്കെയുള്ള ചർച്ച നടക്കുന്നു. അന്ന് രാത്രിയിലാണ് ഈ
SFIOന്റെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അത് യഥാർത്ഥ ആദ്യം കേട്ടപ്പോൾ ഏഷ്യാനെറ്റ് അത് ബ്രേക്ക് ചെയ്തപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയി. ഈശ്വര, ഇന്ന് തന്നെ ഇത് എൻ്റെ തലയിലിരിക്കുമല്ലോ. ഇതിപ്പോൾ ഞങ്ങൾ ഡൽഹിയിൽ അത് പറയുമല്ലോ, സാമാന്യ ബോധം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സ്വാധീനമുള്ള അല്ലെ എനിക്കൊരു സേ ഉള്ള ഒരു ഒരു അവസരത്തിലാണ് അന്വേഷണം വന്നെങ്കിൽ ഞാൻ എന്ത് പറയും? 12-ാം തീയതി വരെ കോടതി വരാൻ സമയമുണ്ട്, 10-ാം തീയതി മതി എന്നല്ലേ ഞാൻ പറയുള്ളൂ. അന്ന് തന്നെ ഞാൻ പ്രഖ്യാപിച്ചതിൻ്റെ പാവമാരെടുത്ത് ഞാനിപ്പോൾ CPM പറയുന്ന ആരോടെ സംസ്ഥാന സെക്രട്ടറി വരെ പറഞ്ഞു, കണ്ടില്ലേ BJP ചേർന്നു, അന്ന് തന്നെ ഓർഡർ വന്നു, കാര്യം മനസ്സിലായില്ലേ? അങ്ങനെ പറയാനുള്ള അവസരം ഞാൻ കൊടുക്കും. അല്ലേ, ശരിയാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾക്കിപ്പോൾ പുറത്തുള്ള ആളുകൾ കാണുന്ന സമയത്ത് അന്വേഷണം പ്രഖ്യാപിക്കുന്നു. സാധാരണ നമുക്കറിയാം 8 മാസമാണ് ഇതിന് കാലാവധി കൊടുത്ത്. 6 അംഗ സംഘം 8 മാസം കൊണ്ട് അന്വേഷണം നടത്തി. അപ്പോൾ നമുക്കറിയാം ഇലക്ഷനൊക്കെ കഴിഞ്ഞാൽ ഇത് നടക്കുള്ളൂ എന്നാണ് തോന്നുന്നത്. എല്ലാ അന്വേഷണം അങ്ങനെയായിരുന്നല്ലോ. കാരണം നമുക്ക് കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് മാത്രമല്ല, അന്വേഷണം പ്രഖ്യാപിച്ച് ബേസിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യാൻ ആ തെളിവുകൾ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ അപ്രോച്ച് ചെയ്യണ്ടേ? അപ്പം അതുകൊണ്ട് ഈ അന്വേഷണം സത്യം പറഞ്ഞാൽ ചില സ്ലോ ആണെന്ന് എനിക്ക് തോന്നുന്നു, കുറച്ചുകൂടെ ഫാസ്റ്റ് ആണ്. അതെ, ഇതിപ്പോ എനിക്കൊക്കെ ആകുലതാണ് ഇത്. അല്ല, ഇതിപ്പോ 2 ദിവസം CMRന്റെ ആലുവയിലെ ഓഫീസിൽ, കോർപ്പറേറ്റ് ഓഫീസിൽ വലിയ രീതിയിൽ അങ്ങോട്ടാണ് KSIDC നേരത്തെ അറിയാമായിരുന്നു. അതെ, അവർ അടച്ചിരുന്നു, പുറത്തുനിന്ന് അടച്ചിട്ട് ആൾക്കാരില്ല എന്നുള്ള രീതിയിലായിരുന്നു. മാത്രമല്ല ഉച്ചയാകുമ്പോഴേക്ക് അവർ ഹൈക്കോടതിയിൽ. അല്ല, രസമല്ല, ഭാഗ്യമുണ്ട്. സാധാരണ ഇവരുടെ ഒരു സ്വഭാവത്തിന് CSFIയെ തടയാൻ വേണ്ടി കുറച്ച് DYFIക്കാരും കൂടെ അവിടെ കൊണ്ട് നിർത്തേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതെ, പിന്നെ ഉണ്ടെങ്കിൽ അത് വലിയ വലിയ വിഷയമായി മാറിയാണ്. അപ്പൊ നമുക്ക് സാധാരണ ചെയ്യുന്നത്. അതെ, ഇത് ഏത് അന്വേഷണവും കേന്ദ്ര സർക്കാർ ഏത് അന്വേഷണം പറയും. ഇപ്പൊ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ അന്വേഷണം വന്നു. നമുക്ക് തന്നെ ഭയമായിരുന്നു, ഇവിടെ എന്താ സംഭവിക്കുക, ഇവിടെ എന്തോ ആരൊക്കെയല്ലോ അറസ്റ്റിലാവും, വലിയ രീതിയിൽ പല മന്ത്രിമാരും അറസ്റ്റ്. ഞാൻ അതിനകത്ത് ഒരു പരാതിക്കാരനാണ്. പരാതി. പക്ഷെ എന്താ സംഭവിച്ച, ED CM രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു. ആദ്യം എനിക്ക് കോവിഡ് ആണെന്ന് പറയുന്നു, അദ്ദേഹം ചോദ്യം ചെയ്യലിന് അങ്ങേ പോകുന്നില്ല. രണ്ടാമത് എന്നെ വീണ്ടും വിളിച്ചു വരുത്തുന്നു, തിങ്കളാഴ്ച വരണമെന്ന് പറയും. അദ്ദേഹം പറയുന്നത് എനിക്ക് സൗകര്യമില്ല വരാൻ. ഇതേ ED തന്നെ ഊരാളുങ്കലിന്റെ കോലയിൽ വരെ പോയിട്ട് അങ്ങോട്ട് കയറുന്നില്ല. കോല എന്ന് പറഞ്ഞ വടകരയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കോല കുറച്ച് വരെ എത്തിയിട്ട് അവര് തിരിച്ചു പോരുന്നു. പിന്നെ ED ആരും കണ്ടിട്ടില്ല. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള എൻക്വയറികളൊക്കെ ഇങ്ങനെ വന്ന് അടുത്ത് വരെ വന്നിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അവസാനം EDക്കെതിരെ പോലീസ് കേസെടുക്കുന്നു, അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ നാടകങ്ങൾ നമ്മൾ കണ്ടു. അതേപോലെ തന്നെ ആയിരിക്കും ഈ നാടകവും എന്നാണ് ആളുകൾ കരുതിയത്. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത്. വളരെ സ്പീഡിലുള്ള കാര്യങ്ങൾ ഇതാ ഇന്നും അവർ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഈ കമ്പനികളിലും KSIDCയും CMRലും എക്സാലോജി കമ്പനിയും നടത്തിയിട്ടുള്ള തിരിമറികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട. എല്ലാം പ്രൂഫ്ഡ് ആണ്. ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ള എക്സിബിറ്റ്സ് തന്നെ മതി ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ. പിന്നെ ഇതിന്റെ ഫേസ് അല്ലെങ്കിൽ SFIയുടെ റോൾ എന്ന് പറയുന്നത് കറപ്ഷൻ ആക്ട്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരമുള്ള. കേരളക്കാർ ഇതുവരെ SFIനെ കണ്ടിട്ടില്ല. അതാണ് കേരളത്തിൽ അതെ, ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഫ്രോഡ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഫ്രോഡിൽ അന്വേഷണം നടക്കുന്ന, ഫ്രോഡിലൊരു കൃത്യമായ അന്വേഷണം നടക്കുന്ന ഇപ്പോഴാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് EDയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ആ വിഷയത്തിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ കഴിയുന്ന രേഖകൾ ഒന്നെങ്കിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ കഴിയുന്ന രേഖകളില്ലായിരുന്നു. ഇതായിരുന്നു കാരണം ഞാൻ അതിൽ പരാതി കൊടുത്തു. ഇതിന് മേലെ അന്വേഷണം നടത്തിയിട്ട് കൃത്യമായ EDയുടെ അന്വേഷണം ഉണ്ടായില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത ആളാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നും എനിക്ക് കൃത്യമായ ഒരു റിപ്ലൈ കിട്ടിയത് താങ്കൾ പറയുന്ന പോലെയുള്ള കൃത്യമായ രേഖകൾ. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞാൻ പരാതി കൊടുത്തത്. ആ പരാതിയിൽ മേൽ കൃത്യമായ രേഖകൾ മുഖ്യമന്ത്രി ഇൻവോൾവ് എന്ന് പറയാനുള്ള രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇല്ലെന്നോ ഉണ്ടെന്നോ അല്ല, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ അവസാനിച്ചതെന്ന് വിശ്വസിക്കുന്നത്. ലാവലിനൊക്കെ കേസ് അത് വീണ്ടും എടുത്ത് മാറ്റി വെച്ചു. ഞാനും എപ്പോഴും നിങ്ങളെല്ലാം ചിന്തിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ കാണിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കുറേ അഭിഭാഷകരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനൊരു പരിമിതിയുണ്ട്. അതിന് തെളിവുള്ള രേഖകൾ ഇതൊരു ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട് സാധനം. അത് അങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിന് മാത്രമല്ല 2 കോടതികൾ അതിനെ വെറുതെ വിട്ട. അല്ല, പക്ഷെ വെറുതെ വിട്ടൊന്നും നിങ്ങൾ ആലോചിച്ചുകൊണ്ടൊക്കെ ഒരു സംഭവമല്ല. ജോർജ് കൃത്യമായി പഠിച്ച ആളാണ്. ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇത് മുഖ്യമന്ത്രി ആയിരുന്നില്ലല്ലോ അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അതിൽ ഈ അഴിമതിക്ക് കൂട്ടുനിന്നും അഴിമതി പണം കൈപ്പറ്റി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്. അതിൽ കുറേ ഉദ്യോഗസ്ഥന്മാരിൽ ശിക്ഷിക്കപ്പെടുകയൊക്കെ കുറേ ആൾ വെറുതെ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഉന്നയിച്ചത് അന്നത്തെ സാക്ഷാൽ VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദന് യാതൊരു തെളിവും ഇല്ലാത്ത ഇത്ര VS അല്ല. അവിടെയുള്ള പ്രശ്നം വെച്ചാൽ ഈ ഞാൻ മനസ്സിലാക്കിയ തലശ്ശേരി ക്യാൻസർ സെന്റർ, കോടിയേരി ക്യാൻസർ സെന്റർ, ആ ക്യാൻസർ സെന്ററിന്റെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഈ പണം കൈപ്പറ്റി എന്നതാണ്.
ആ പണം കൈപ്പറ്റിയതിൽ ഒരു ശതമാനം തുക അവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് കാര്യത്തിൽ പക്ഷെ അവരുമായിട്ട് ഉണ്ടാക്കിയ അഗ്രിമെന്റ് പ്രകാരമുള്ള പ്രവർത്തനങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. നടന്നിട്ടില്ല. അവിടെയാണ് ഡിസ്പ്യൂട്ട് ഉണ്ടായത്. പക്ഷേ ഈ ക്യാൻസർ സെന്ററിന് വേണ്ടി കുറേ തുക ചെലവഴിച്ചു. ആ ചെലവഴിച്ചതിനകത്തുണ്ടായ ഡിസ്പ്യൂട്ടിൽ നിന്ന് അന്ന് ഈ കേസ് ഉടലെടുത്തിട്ട് ഞാൻ എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കിയെടുക്കണം. പക്ഷെ അവിടെ അതിനൊത്തിരി പരിമിതികളുണ്ട് ആ കേസിനെന്നാണ് ഞാൻ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ ആരോപണങ്ങൾ കൃത്യമായി വരുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അതിന് കുറേ പരിമിതികളുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കുറേ ദുരൂഹതകളുണ്ട്. കാരണം ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ സാധാരണ വിചാരണ നേരിടണം. ഈ കേസിൽ പിണറായി വിജയനെ അന്ന് വെറുതെ വിടുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കേസിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിവാക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അഭാവം കൊണ്ടായിരിക്കാം. പക്ഷെ വിചാരണ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ CBI കോടതി ഇത് കണ്ടെത്തിയത്? ഇദ്ദേഹം ഇതിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എല്ലാ പെടവലാർ കേസുമായി ബന്ധപ്പെട്ട് ബാലകൃഷ്ണപിള്ള എങ്ങനെയാണ് ശിക്ഷിക്കപ്പെട്ടത്? വിചാരണ നടന്നിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിയായിരുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. അത് പല പ്രാവശ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പിണറായി വിജയൻ സമീപിക്കുകയും അവിടെ എല്ലാം കോടതിയുടെ എവിഡൻസിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്തെടുത്തുന്നാണല്ലോ പുള്ളി എവിക്റ്റ് ചെയ്ത് പോകുന്നത്. അതെ, അതെങ്ങനെയാണ് സംഭവിച്ചത്? സ്വാഭാവികമായും കോടതിയുടെ ഒരു ഇടപെടൽ കൊണ്ടാകാം. ഇപ്പൊ ഈ ഇവിടെ പ്രതിപക്ഷം ആരോപിക്കുന്ന ഏറ്റവും വലിയ ആരോപണമുണ്ട്. അതായത് BJPയും CPM അല്ല, പിണറായി വിജയനും തമ്മിൽ വലിയ തരത്തിലുള്ള അന്തർധാരയുണ്ട് എന്നും, ഈ അന്തർധാര കൊണ്ട് മാത്രമാണ് പലപ്പോഴും പിണറായി വിജയൻ പല കേസിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല എന്ന് ഈ കേസ് കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി. ഈ കേസ് അതായത് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട എനിക്ക് പല കാര്യങ്ങളും ഞാൻ ബന്ധപ്പെട്ട് ഞാനൊരു പാർട്ടിയുടെ ഭാഗമാണ്. ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പഴയ പോലെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, BJP എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം, എനിക്ക് വിശ്വാസമുള്ളൊരു കാര്യം, ഞാൻ ഡിമാൻഡ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, BJPയും CPMഉം തമ്മിൽ അങ്ങനെ ഒരു അന്തർധാര ഇല്ല എന്ന് ഷോൺ ജോർജ് ഉറച്ച് വിശ്വസിക്കുന്നു മാത്രമല്ല എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഈ കേസ് പര്യവസാനിക്കുമ്പോൾ അങ്ങനെ ഒരു ആരോപണം ഇനി ഒരിക്കലും കേരള സമൂഹത്തിൽ ആരും പറയില്ല. ഓക്കെ, ഈ കേസിൽ ഓക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ നേരത്തെ വീണ്ടും പറഞ്ഞത് സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ED എടുത്ത പല കേസുകളും പിന്നീട് ഇല്ലാതായി പോകുന്ന ഒരു കാഴ്ച കണ്ട കേരള സമൂഹം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ലേ പ്രധാനമന്ത്രി? അതെ. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുന്നത് ഓഫീസിൽ CM രവീന്ദ്രൻ ഉൾപ്പെടെ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ശിവശങ്കർജിനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ബാക്കിയുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ ഒരിക്കലും മുഖ്യമന്ത്രിയെ ലിങ്ക് ചെയ്യാനുള്ള എവിഡൻസിലേക്ക് ഒരിക്കലും EDക്ക് അത് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അറിവിൽ. പക്ഷേ സ്വപ്ന സുരേഷ് കൊടുത്ത പല മൊഴികളിലും ഇതില് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പലപ്പോഴായിട്ട് വരികയും ഈ അറ്റാഷയെ പോലുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്ന് ചർച്ച നടത്തുകയും അതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പറയും ചെയ്ത് ഏതോ ഒരു സ്ത്രീ എന്നാ മുഖ്യമന്ത്രി ഇവരെ കുറിച്ച് പറഞ്ഞത്. ഇത് അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് ഏതോ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാണ്. പക്ഷെ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പലതവണ പോയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി മകളുമായിട്ടും ഭാര്യയുമായിട്ടും ക്രൈമുമായി ലിങ്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഞാൻ ഇതിന് എൻ്റെ പരാതി ഞാൻ ഉന്നയിച്ചിട്ടുള്ള ആളാണ്. അവിടെ എനിക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് തെളിയിക്കാൻ കഴിയുന്ന രേഖകൾ അവർക്ക് കിട്ടില്ല. അത് സ്വപ്നയുടെ മൊഴിക്കപ്പുറത്തേക്ക് അതിനെ സാധൂകരിക്കാൻ, സ്വപ്നയുടെ മൊഴി സത്യമാകാം, പക്ഷെ അതിനെ സാധൂകരിക്കാൻ കഴിയുന്ന എവിഡൻസിലേക്ക് ഒരു സാധാരണ ആളെ അല്ലല്ല മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിലെടുത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണം നിലനിൽക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനും സ്വാഭാവികമായിട്ട് ഇപ്പം ഈ കേസ് തന്നെ എന്താണ് ആദ്യം ട്യൂട്ടൺ പ്രഖ്യാപിച്ചത്? കാരണം ഒരു ഫസ്റ്റ് റൗണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു ഫസ്റ്റ് റൗണ്ട് എൻക്വയറി പോയതിന് ശേഷം SFIയിലേക്ക് പോകാമെന്നുള്ളൊരു കാരണം ആ ഒരു കാഴ്ചപ്പാടിലാണ്. ഇവിടെ സംസ്ഥാനം ഭരിക്കുന്നൊരു മുഖ്യമന്ത്രിയുടെ പാർട്ടി ഒരു ശക്തമായി ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനും വളരെ കോൺഷ്യസ് ആവും. കാരണം ഇത് അവസാനം വന്ന് ഇതെല്ലാം കൂടെ അവരുടെ തലയിൽ കയറുള്ളൂ, സംരക്ഷിക്കാനുണ്ടാവില്ല. അല്ല, പക്ഷെ നമ്മളിവിടെ ഉമ്മൻചാണ്ടി 8 മണിക്കൂറൊക്കെ അന്വേഷണ കമ്മീഷന് മുന്നിലൊക്കെ ഇരുന്നൊരു ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് ചിലപ്പം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയം ഉണ്ടാവാം. ഇപ്പം നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളിന് 5ാമത്തെ നോട്ടീസ് കൊടുത്തിരുന്നു. 4 തവണ അദ്ദേഹം പോയില്ല, 5ാമത്തെ നോട്ടീസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് കൊടുക്കാനോ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു പരിധിയിലേക്ക് വരുത്താനോ കഴിയുന്നില്ല. അവിടെയാണ് ചോദ്യം. ശരി. അല്ല, സത്യമായിരിക്കാം ഞാൻ പറഞ്ഞത്. എനിക്ക് കിട്ടിയ മറുപടിയല്ല എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അതിലേക്ക് എത്താൻ കഴിയുന്ന തെളിവുകളുടെ അഭാവം തന്നെയാണ് അതിലേക്ക് എത്താതെ പോയത് എന്നുണ്ട്. കോൺഗ്രസിനോ CPMനോ ഈ കേരള സംസ്ഥാനത്ത് എന്തെങ്കിലും ഒരു കാര്യം കർഷകന് വേണ്ടി ചെയ്തു കൊടുക്കാൻ കഴിയുമോ? ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹത്തിന് രക്ഷ വേണോ? നരേന്ദ്രമോദിയുടെ ഔദാര്യം കൊണ്ടേ നടക്കും. 100 കണക്കിന് ആളുകൾ കേരള കോൺഗ്രസിൽ നിന്നും CPMൽ നിന്നും BJPയിലേക്ക് വരും. സെലിബ്രിറ്റി എന്ന് പറയുന്നത് മറ്റൊരു ഫേസാണ്. സുരേഷ് ഏട്ടൻ എന്ന് പറയുന്നത് സെലിബ്രിറ്റി മാത്രമല്ല,
അദ്ദേഹത്തെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു നല്ല മനുഷ്യനും കൂടിയാണ്, ഒരു മനുഷ്യ സ്നേഹം, ഒരു പച്ച മനുഷ്യൻ. ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് ഇത്രയും നല്ലൊരു നിയമം ഇവിടെ ഇത്രയും മാറി മാറി ഭരിച്ചിട്ടുള്ള ഏത് സർക്കാരാണ് മുസ്ലിം വനിതകൾക്ക് വേണ്ടി ഇത്രയും നല്ല നിയമം? ഇന്ത്യൻ മുസ്ലിം സമൂഹത്തിന് ഇത്രയും നല്ലൊരു നിയമം ഇവിടെ ഇത്രയും മാറി മാറി ഭരിച്ചിട്ടുള്ള ഏത് സർക്കാരാണ് മുസ്ലിം വനിതകൾക്ക് വേണ്ടി ഇത്രയും നല്ല നിയമം?